ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ആൻഡ് ലിവിങ്. എൻ്റെ പേര് നീതു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ തടി കുറച്ചത്. ഒരു 5 മാസം കൊണ്ട് എങ്ങനെ 5 മാസത്തിന് മുന്നേ ഞാനൊരു 59 കിലോനായിരുന്നു. 5 മാസം കൊണ്ട് ഞാൻ 49 കിലോനെ എങ്ങനെ ആക്കി. അപ്പോൾ അത്രയും വെയിറ്റ് കുറച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണത്തിന് മുന്നേ വെച്ചാൽ ഒരു 45-46 കിലോനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കല്യാണം കഴിച്ച ശേഷമാണ് ഇച്ചിരി വെയിറ്റ് കൂടി വന്നത്. അങ്ങനെ നല്ല വെയിറ്റ് കൂടി. എൻ്റെ ഇടയ്ക്ക് 60 ആയിരുന്നു. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറഞ്ഞിട്ട് പിന്നെ 57 തന്നെ. 57 കുറയുന്നുണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് റീസൺ വെച്ചാൽ എനിക്ക് ഓരോരുത്തരിങ്ങനെ കളിയൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഇങ്ങനെ നല്ല വെയിറ്റ് കൂടി, കാരണം തീരെ തടി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വെയിറ്റ് കൂടിയപ്പോൾ എല്ലാവരും ഇങ്ങനെ നന്നായി കളിയാക്കിയായിരുന്നു. ഇങ്ങനെ നന്നായി വെയിറ്റ് കൂടിയല്ലോ, തടിച്ചിയായല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഞാൻ കുറേ നോക്കിയിട്ട വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ടും. പിന്നെ ഞങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് PCOD ഉണ്ട്. പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിൻ കാരണം PCOD ഉണ്ടെന്നാണ് പറഞ്ഞത്. ചെറുതായിട്ടുള്ളൂ. ഒന്ന് ഫുഡ് ഇതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടി കേട്ടപ്പോൾ എന്തായാലും ഇതൊക്കെ കാരണം വെയിറ്റ് എന്തായാലും കുറയ്ക്കണം വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് വെച്ചാൽ ഞാൻ നന്നായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡാണ് കൂടുതലും. വീട്ടിലത്തെ ഫുഡിനേക്കാളും കൂടുതൽ കഴിക്കാം പുറത്തുനിന്നുള്ള ഫുഡാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ തൊട്ട് ഞാനും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇപ്പോൾ ഷവർമ, അൽഫാം, അങ്ങനെ ഓരോ ഫുഡുകൾ, അങ്ങനെ ഓരോ ഫുഡുകളായിരുന്നു കഴിച്ചിരുന്നത്. പോരാത്തതിന് ജങ്ക് ഫുഡായിട്ട് ഇങ്ങനെ കോള, ലേസ്, അങ്ങനെ കുറേ ഫുഡുകൾ. പിന്നെ അതൊക്കെ കഴിച്ചുകൊണ്ട് പെട്ടെന്ന് നല്ല വെയിറ്റ് കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെയായിട്ട് നിർത്തി ഞാൻ. ഇപ്പോൾ കുറേ ആയി ഞാൻ ജങ്ക് ഫുഡ് കഴിച്ചിട്ട്. ഇപ്പോൾ ചിക്കൻ കഴിക്കലും ഒക്കെ നിർത്തി ഞാൻ. ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കഴിക്കാതിരിക്കുമ്പോൾ. പിന്നെ ഇപ്പം തന്നെ ഞാൻ എന്നോട് ആരെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുക പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് വേണ്ട എന്നാ പറയാം. കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഇങ്ങനെ ഇത്രയും വെയിറ്റ് നിർത്തണം. പിന്നെ വേറെ ലക്ഷ്യം അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്തത്തെ ഫുഡ് നന്നായിട്ട് കുറച്ചു. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് നന്നായി കഴിച്ചിരുന്നു കേട്ടോ. ചിപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കുറയ്ക്കല്ലേ, മെല്ലെ കുറച്ചിട്ട് അതിനെ ഇല്ലാണ്ടാക്കി, സ്റ്റോപ്പ് ചെയ്തു ഫുള്ളായിട്ട്. പിന്നെ ഞാൻ അതിൽ ചെയ്തത് രണ്ടാമത്തെ കാര്യം വെച്ചാൽ വീട്ടിലുണ്ടാക്കണ ഫുഡാണ് കൂടുതലും കഴിക്കാൻ തുടങ്ങി. അത് വെച്ചാൽ രാവിലെ ഞാൻ ചപ്പാത്തി കഴിക്കുക, 2 ചപ്പാത്തി, അതിൻ്റെ ഏറെ കഴിക്കില്ല. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ആളായത് കൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ ഇച്ചിരി ചോറേ കൊണ്ടുപോകുള്ളൂ കേട്ടോ. ഇച്ചിരി ആദ്യം അത്യാവശ്യം കൊണ്ടുപോയിരുന്നു. പിന്നെ ഇങ്ങനെ ഇച്ചിരി കുറച്ച് കൊടുക്കുന്നു. ഇപ്പോൾ കുറച്ചേ കൊണ്ടുപോകുള്ളൂ. പിന്നെ ഞാൻ ഓയിലി ഫുഡുകളൊക്കെ നന്നായി കഴിച്ചിരുന്നു. അപ്പോൾ ഓയിലി ഫുഡ് കുറേയൊക്കെ നിർത്തി വെച്ചാൽ മീൻ വറുത്തത് അതൊക്കെ മീൻ വറുത്തൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഞാൻ 7-8 മാസമായിട്ടുണ്ടാവും സത്യം പറയുന്നതിനും കൂടി. എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുള്ളൂ. അച്ഛന് കൊളസ്ട്രോൾ ഉള്ളതാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ മീൻ വറുത്തൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അച്ഛൻ വേണ്ട എനിക്ക് 2 തായോ എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങനെ പറയും ഞാനൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി, അപ്പോൾ നിങ്ങൾക്ക് നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഞാൻ കുറേ കാലമായി ഇപ്പോൾ മീൻ വറുത്തതൊക്കെ കഴിച്ചിട്ട്. അതുപോലെ തന്നെ ഓയിലുള്ള ഫുഡൊന്നും, പപ്പടം കഴിക്കില്ല. അതുപോലെ തന്നെ ഉപ്പേരികളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ഇതുകളെ കഴിക്കും. പിന്നെ ഏറ്റവും കട്ട് ചെയ്തത് സംഭവം വിചാരിച്ചാൽ ഷുഗറാണ്. ഷുഗറുള്ള ഐറ്റംസൊക്കെ നിർത്തി. ഞാൻ ഡെയിലി ചായ രാവിലെ കുടിച്ചിരുന്നു. ചായ ഫുള്ളായിട്ട് നിർത്തി. ചായ കുടിക്കാറേ ഇല്ല. അതുപോലെ തന്നെ ഈ മധുരമുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടാവില്ലേ, ലഡു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തി. അപ്പോൾ തന്നെ ഇങ്ങനെ മെല്ലെ വെയിറ്റ് ലോസ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഫുഡ് ഹാബിറ്റിൻ്റെ കാരണമാണ് ഇങ്ങനെ ഒന്ന് വന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ രാത്രിയാണെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുക വെച്ചാൽ ഞാൻ വീട്ടിൽ ആപ്പിള്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ കഴിക്കുക ചെയ്യുക. വെച്ചാൽ ആപ്പിള്, ക്യാരറ്റ്, കുക്കുംബർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കും. അല്ലാതെ രാത്രി മറ്റുള്ള ഫുഡുകളൊന്നും കഴിക്കാറില്ല. പിന്നെ നന്നായി വെള്ളം കുടിക്കാൻ തുടങ്ങി. നന്നായിട്ട് വെച്ചാൽ നല്ല വെള്ളം കുടിക്കും.
ഇപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ വായൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ആളായ കാരണം ഓഫീസിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കും. ഞാൻ 1 കുപ്പി വെള്ളം 2 കുപ്പിയൊക്കെ വെള്ളമാണ് ഒരു ദിവസം. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും ഇങ്ങനെ നന്നായി വെള്ളം കുടിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും. പക്ഷെ നമ്മളതൊന്നും ഇതാക്കേണ്ട കാര്യമില്ല, നമുക്കൊരു ലക്ഷ്യമുണ്ട്, അത് ആലോചിച്ചാൽ മതി. പിന്നെ ഏറ്റവും വലിയ ഇത് വെച്ചാൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ. ഇതിൽ തന്നെ ഞാൻ നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു കേട്ടോ. സത്യമായിട്ടും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മുഖമൊക്കെ ഇതൊന്നല്ലായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഇത്രയും ഉണ്ടായിരുന്നു മുഖമൊക്കെ. അതുപോലെ തന്നെ വയറൊക്കെ ചാടിയിട്ട് തടി കൂടിയൊരു മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ PCOD ഉള്ള കാരണം പിന്നെ ആൾക്കാർ ഇങ്ങനെ കളിയാക്കുമ്പോൾ ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ തടിച്ച് ആനൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സമയം, ഞാൻ ആ ടൈമിൽ ചിരിച്ച് തള്ളും എന്നല്ലാതെ. പക്ഷെ ഇടയ്ക്ക് എനിക്ക് സങ്കടവും, ഞാൻ ഇടയ്ക്ക് കരയും ഇരുന്നിട്ട്. എങ്ങനെ ഇപ്പോൾ തടി കുറയ്ക്കുക, ഇടയ്ക്ക് അങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വയറ് ചാടിയതൊക്കെ ഞാൻ എൻ്റെ ബിഫോർ ആഫ്റ്ററും പിക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് കൊടുക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഡിഫറൻസ് വന്നതെന്ന്. ഇതൊക്കെ പിന്നെ എക്സസൈസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഞാൻ മുന്നേ അതേപോലെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി വീണു. അപ്പോൾ വീണപ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ ലിഗ്മെൻ്റ് ഇല്ലേ, അത് തെറ്റി. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ എക്സസൈസ് തൊട്ടിട്ടില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ എക്സസൈസ് കുറേ ഉണ്ട് കേട്ടോ. ഫോണിൽ തന്നെ നോക്കി നമുക്ക് നല്ല നല്ല എക്സസൈസ് കിട്ടും. പിന്നെ കുറച്ച് നടക്കുന്നത് നല്ലതാണ്, കാരണം ഞാൻ നന്നായിട്ട് നടക്കും. വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ചെറിയൊരു റോഡാണ്, ചെറിയ പോക്കറ്റ് റോഡ് പോലെ. അപ്പോൾ അങ്ങനെ ഞാൻ ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നടക്കും. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്ത് എൻ്റെ വീടും അതുപോലെ തന്നെ മെയിൻ റോഡും ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന റോഡും അത്യാവശ്യം പോവാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബസ് കയറാനുള്ള ഞാൻ നടന്നിട്ടേ പോവുക. അപ്പോൾ അത്യാവശ്യം ഒരു 10 മിനിറ്റൊക്കെ നടക്കാനുണ്ടാവും. അപ്പോഴും പോകുമ്പോഴും വരുമ്പോഴൊക്കെ അത്യാവശ്യം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വെയിറ്റ് കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ 49 കിലോനായപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ എല്ലാവരും പറയാനോട് അയ്യോ വെയിറ്റ് കുറഞ്ഞപ്പോൾ ഭംഗിയൊക്കെ പോയി എന്നൊക്കെ. ആദ്യം തടിച്ചെന്ന് വിളിച്ച ആൾക്കാരൊക്കെ ചിലവരൊക്കെ പറയും അയ്യോ വെയിറ്റ് കുറഞ്ഞപ്പോൾ ഭംഗിയൊക്കെ പോയല്ലോ. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല, ഇനിയും കുറയ്ക്കണം എന്നാണ് ഞാൻ പറയും. കാരണം തടിച്ചു കഴിഞ്ഞാൽ ചിലവർ പറയും അയ്യോ തടിച്ചേയല്ലോ. മെലിഞ്ഞു കഴിഞ്ഞാലോ അയ്യോ മെലിഞ്ഞല്ലോ, ഭംഗിയൊക്കെ പോയല്ലോ, കഴുത്തി തെല്ലൊക്കെ പൊന്തിയല്ലോ. ഇതൊക്കെയാണ് ഓരോരുത്തര കമൻസ്. നമ്മളതൊന്നും ചിന്തിക്കേണ്ട, നമ്മളെ കാര്യം നോക്കി ജീവിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വെയിറ്റ് ലോസിൽ എന്നെ സഹായിച്ചത്. നന്നായി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതോടുകൂടി ഇങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ PCOD കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ് ഉണ്ട്, വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടാണ് കൂടുതലും PCOD ആണെങ്കിലും വെയിറ്റ് ഗെയിനൊക്കെ ഇങ്ങനെ കൂടി വരുന്നത്. നമ്മളെ ഫുഡിൻ്റെ പ്രശ്നമാണ്. അതെനിക്ക് ഈ കുറച്ച് മാസങ്ങളിലൂടെ മനസ്സിലായി. ഇപ്പോൾ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഞാൻ പണ്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കൂടി കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലിന് എന്താ ജസ്റ്റ് പ്രോബ്ലമാണ്. അപ്പോൾ അതും എല്ലാ റീസൺസും കാരണം ഞാൻ നന്നായിട്ട് തടി കുറയ്ക്കാൻ തന്നെ വിചാരിച്ചിട്ട് ചെയ്ത ഒരു 6-7 മാസമായി ഞാനിപ്പോൾ അതിന് പിന്നാലെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. എനിക്കിപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മെലിഞ്ഞല്ലോ അയ്യോ തടി കുറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ അനുഭവമാണ് ഞാൻ അതിൽ കൂടെ പറഞ്ഞത്. ഞാനിതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ബിഫോർ ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷോർട്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഷോർട്സിൽ പോയി കണ്ടാലും മതി. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ബിഫോർ ആഫ്റ്ററിൻ്റെ പിക്ക് ഇതിൽ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് കണ്ടോക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൺട്രോൾ ചെയ്ത് പോയാൽ നമുക്ക് എന്തായാലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. 100% ഞാൻ ഉറപ്പ്. എനിക്ക് കിട്ടിയ റിസൾട്ട് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ടാറ്റാ.